അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, നമ്മുടെ ഇന്നൊരു മാങ്ങ അച്ചാറുമായിട്ട് നമ്മൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് പച്ചമാങ്ങ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ അരിയാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മളത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് നമ്മുടെ ഒരു കൽച്ചട്ടിക്കകത്താണ്. അതെ, നമ്മൾ സാധാരണ അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന ഈ ഒരു കൽച്ചട്ടി തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ കൂടുതൽ ദിവസം നിൽക്കാനാണെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കാം. നമ്മുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്താൽ മതി. ഒരുപാട് മാങ്ങയൊക്കെ നമ്മൾ അച്ചാറിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ വേണ്ടിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സൺഫ്ലവറോ കുക്കിംഗ് ഓയിലോ എന്ത് വേണം നമുക്ക് ഉപയോഗിക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാങ്ങയും നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നിമിഷ നേരം മതി നമുക്ക്. വളരെ പെട്ടെന്ന് നമ്മുടെ ഈ കൽച്ചട്ടിക്കകത്ത് വെള്ളമായി ഒന്ന് മാറുന്ന നമുക്ക് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് എണ്ണ നമ്മളിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ കൂടുതൽ ദിവസം വെച്ചേക്കാനാണെങ്കിൽ കൂടുതൽ എണ്ണയൊക്കെ ചേർത്ത്, കാരണം എണ്ണയും വിനാഗിരിയൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുന്ന ഉപ്പൊക്കെ കൂടുതൽ ചേർക്കുന്നത് കേടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ, ആ തൊലി നമ്മൾ എന്താ പറയുക ചെത്താതെ വെക്കുന്നതും ഒരുപാട് ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ആ തൊലി ചെത്താതെ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ കരിന്തൊലി ചെത്തിയിട്ടുണ്ട്, കാരണം നമ്മൾ കുറച്ച് മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കരിന്തൊലി ചെത്തി മാറ്റിയിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങ. അപ്പൊ അത് കാരണം നമുക്ക് ഒത്തിരി ദിവസം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന മാങ്ങ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യാം. കാരണം ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായിപ്പോകും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഉലുവ ഉലുവയായിട്ട് തന്നെ നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഈ ഉലുവ പൊട്ടുന്ന ഒരു സമയം ആകാറാകുമ്പോഴത്തേക്കിനും തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ കടുകും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പൊട്ടിക്കൊടുക്കുക. അപ്പൊ അച്ചാറായതുകൊണ്ടാണ് നമ്മൾ കടുക് ഇച്ചിരി കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഈ വറ്റൽമുളക് അതിൻ്റെ അകത്ത് ഈ അച്ചാർ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്ത് ആ ഒരു ജ്യൂസ് ഒക്കെ കയറിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് 2-3 കഷ്ണമായിട്ടൊന്ന് മുറിച്ച് ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ ഉലുവയും കടുവും ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി നമ്മുടെ ഈ ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാണല്ല പിന്നെ നമ്മുടെ ഈ അച്ചാറിന്റെ പരിപാടി വളരെ വളരെ വേഗമുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവം. ഇപ്പൊ ഈ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മാർക്കറ്റില് അവിടെ ഇതുപോലെ മുറിച്ച് കിട്ടും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയ ആയിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടേക്കാണ്. അത് നമ്മൾ ഒരു തരം വെളുത്തുള്ളി എടുത്തായിരുന്നു. അപ്പൊ അതൊന്ന് ജലാംശം പോകുന്നതിനനുസരിച്ച്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാവേ. നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ മേളിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു പിടി ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ടല്ലേ, അപ്പൊ അത് നമ്മളിപ്പോ ഒരു 3 തണ്ടോളം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കൂടുന്നത് നല്ലതാണ്. അപ്പൊ ഇനി ഇതിന്റെ വെള്ളമയം ഒന്ന് ചെറുതായിട്ട് മാറണം. വെള്ളമയം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ ഫ്ലെയിം ലോ ആയിട്ടാണ് വെച്ചിരിക്കുക. കാര്യം വെച്ചാൽ നമ്മുടെ കൽച്ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ ചൂട് കുറെ നേരം പിന്നെ അതുപോലെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ചൂട് കുറച്ച് വെച്ചിരിക്കുന്നത്.
ഇപ്പൊ ഏകദേശം അതിന്റെ ജലാംശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് പൊടി ഐറ്റംസ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. തീ നമുക്ക് നിർത്തിയാലും കുഴപ്പമില്ല, കാരണം ഇപ്പൊ ഇതിന്റെ വെള്ളമയം എല്ലാം അത്യാവശ്യം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി തീ നിർത്തിയാലും ഈ കൽച്ചട്ടി ആയതുകൊണ്ട് നല്ലതായിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ തീ അങ്ങ് നിർത്താം. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും, പിന്നെ നമുക്ക് അത്യാവശ്യം എരിയും കിട്ടും. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മുളക് പൊടിയുടെ പച്ചമണം ആ പച്ചമണം മാറാനായിട്ട് നമ്മൾ ഇനിയും തീ കത്തിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അച്ചാർ ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ കൽച്ചട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുന്ന മൺചട്ടി അങ്ങനത്തെ സാധനങ്ങളിലാണ് ഏറ്റവും ബെസ്റ്റ്. അലുമിനിയോ സ്റ്റീലോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. കാര്യം ഇത് പുളി ഉള്ളൊരു സാധനമൊക്കെ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തവി സ്റ്റീലാണ്, പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി അങ്ങ് മാറ്റുവേ. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ, നിറത്തിനും കൂടെ. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഉപ്പ് പെരട്ടി വെക്കും, കുറച്ച് നേരം വെക്കും. സംഭവം നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് അതിനുണ്ടെന്ന് പിടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഇതിന്റെ ഒക്കെ തന്നെ നമ്മൾ ഈ ചേർത്ത ആ കൂട്ടിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർക്കണം. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളുണ്ടല്ലോ നമ്മുടെ മാങ്ങ അങ്ങോട്ട് ഇട്ട് ഇളക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് കുറേശ്ശെ ഇട്ട് ഇളക്കിയാണ്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണ്, ഇതുണ്ടല്ലോ നമുക്ക് അധിക ദിവസം നമുക്ക് വെളിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു ദിവസം വെളിയിൽ വെച്ച് അതൊന്ന് പിടിച്ചതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ നമുക്ക് ഒരു 3-4 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമുക്കിത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാർ അത്രേ ഉള്ളൂ. അപ്പൊ അതായത് നമ്മൾ എല്ലാം ഇളക്കി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കായ്പൊടികൾ ചേർത്ത് വെക്കാവേ. ഇനി നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കുക. നല്ല മണമുണ്ട് കായ്പൊടി കൂടെ ഇട്ടിട്ട്. അതെ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് അച്ചാർ എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് സമയം പോകുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ അരിഞ്ഞെടുക്കുന്നൊരു ടൈം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിയുന്നൊരു സമയം. ഇപ്പം മിക്ക മാർക്കറ്റുകളിൽ നമ്മളിപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങയൊക്കെ അരിഞ്ഞ് കിട്ടും. പിന്നെ തൊലിയൊന്നും കളയത്തില്ല. തൊലിയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ, അടിപൊളി ടേസ്റ്റാണ്, ഗ്യാരണ്ടിയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ, അധിക ദിവസം ഇരിക്കത്തില്ല. നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുന്ന ഒരാഴ്ചയ്ക്ക് മേളിലൊക്കെ ഇരിക്കത്തുള്ളൂ. പക്ഷേ അടിപൊളിയാണ് സാധനം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ സദ്യകളിൽ അല്ലേ, നമ്മുടെ കല്യാണത്തിനൊക്കെ സദ്യക്കൊക്കെ തയ്യാറാക്കത്തില്ലേ, അതിൻ്റെ വേറൊരു വകുപ്പ്. ഇത്രയേ ഉള്ളൂ. അത് തന്നെ. അപ്പോൾ തയ്യാറാക്കി നോക്കിയോ. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയുക. പിന്നെ ഇതിനേക്കാൾ പെട്ടെന്ന് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തു. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ എന്താ പറയുക, സിമ്പിൾ റെസിപ്പികളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരാം. അപ്പം ഇന്നത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പറയാൻ മറന്നു കേട്ടോ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ഇടുന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.